പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിന്റെ 30-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും യുവജന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാവവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 56-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നീ എൻ്റെ ഉഴച്ചാലുകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഈ ലോക ജീവിതം ഒരു പരദേശ പ്രയാണത്തിന് തുല്യമാണ്. നാം ഇവിടെ പരദേശികളുമാണ്. ആരും ഈ ലോകത്തിൽ സ്ഥിരമായി ജീവിക്കുന്നവരല്ല. എന്നാൽ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ അലയുന്നവരല്ല ദൈവമക്കൾ. നാം ഒരുപക്ഷെ ജീവിക്കേണ്ടതിനായി പല സ്ഥലങ്ങളിൽ താമസിച്ച് ഉപജീവനം കഴിച്ചെന്ന് വന്നേക്കാം. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പലയിടങ്ങളിൽ മാറി മാറി നാം സഞ്ചരിച്ചെന്ന് വന്നേക്കാം, താമസിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ലക്ഷ്യബോധമുള്ളത് കൊണ്ട് വലഞ്ഞു പോകുന്ന അനുഭവമോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ അലഞ്ഞു നടക്കേണ്ട അനുഭവങ്ങളോ തെണ്ടി നടക്കേണ്ട സാഹചര്യങ്ങളോ ദൈവജനത്തിന് ഉണ്ടാവുകയില്ല. ആമേൻ. എന്നാൽ പേരുകൊണ്ട് മാത്രം ദൈവമക്കളായ പലരും മറ്റു അനേക ലോകമനുഷ്യരും യാതൊരു പ്രത്യാശയുമില്ലാതെ, വഴി കാണാതെ, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കാണാതെ അലഞ്ഞു നടക്കുന്നവരായി കാണുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു? ദൈവജനത്തെ പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാത്തവരായി അലഞ്ഞു നടക്കുവാൻ അനുവദിക്കുകയില്ല ദൈവം. അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന ജനത്തെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കേണ്ടതിന് അവർക്ക് വഴികാട്ടിയായി ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ വഴിയുടെ ദൂരം നിമിത്തം ഉണ്ടായ ക്ഷീണത്താൽ മനസ്സ് മടുത്തവരായി അവരിൽ പലരും ദൈവത്തോട് പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്തു. ചിലർ തന്നിഷ്ടപ്രകാരം മടങ്ങി മിസ്രൈമിലേക്ക് പോകുവാൻ പരിശ്രമിക്കുകയും മറ്റു ചിലർ വാഗ്ദത്ത ദേശം മുമ്പേ ചെന്ന് കൈവശമാക്കുവാൻ ബന്ധപ്പെടുകയും മുൻപോട്ടോടുകയും ചെയ്തു. ദൈവം നടത്തിയ വഴിയെ പോകാത്തത് നിമിത്തം അവരാരും ലക്ഷ്യത്തിൽ എത്തിയതുമില്ല. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ അലഞ്ഞു നടന്ന് പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. നമുക്ക് വഴി ദൂരമെന്ന് തോന്നിയാലും പ്രിയ ദൈവവേദിലെ ലക്ഷ്യം ഉടനെ കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ദൈവം കൂടെയുള്ളപ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം നടത്തുന്ന വഴിയെ പോകാത്തവർ അലഞ്ഞും വലഞ്ഞും നടക്കേണ്ടി വരും. ദൈവം കൊടുത്ത നന്മയിൽ തൃപ്തരാകാതെയും ദൈവം നടത്തിയ വഴിയെ പ്രസാദമായി തോന്നുകയും ചെയ്യാത്ത ഇസ്രായേൽ മക്കൾ അവിശ്വാസവും പിറുപിറുപ്പുമുള്ളവരായി തീർന്നു. അവർ ദൈവത്തെ വിട്ട് അകന്നു നടന്നു. ദൈവം ജനത്തോട് ചേർന്ന് നടന്നിട്ടും ജനം ദൈവത്തോട് പറ്റി നിൽക്കാതെ മത്സരിച്ചതിനാൽ കാദേശ് മരുഭൂമിയിൽ നിന്നും കേവലം 11 ദിവസം കൊണ്ട് കനാൻ നാട്ടിൽ പ്രവേശിക്കേണ്ട ജനം, അല്ലെങ്കിൽ 18 ദിവസം കൊണ്ട് നടന്ന് എത്തിച്ചേരേണ്ട ജനം 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു ഉഴന്നു നടന്നു നടക്കേണ്ടതായി വന്നു. കൂടാതെ വാഗ്ദത്തം പ്രാപിച്ച് ഇറങ്ങിത്തിരിച്ചവരിൽ യോശുവായും കാലേബും ഒഴികെ ഒരുത്തനും കനാൻ നാട്ടിൽ പ്രവേശിച്ചതുമില്ല. ആകയാൽ പ്രിയ ദൈവവൈതലേ, ദൈവത്തോട് ആത്മാർത്ഥതയും സ്നേഹവും ഇല്ലാതെയാണ് നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എങ്കിൽ അത് വലിയ അപകടം വരുത്തിവെക്കും. ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാതെ വെല്ലുവിളി നടത്തുകയും അഹങ്കാരം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അലഞ്ഞു നടക്കേണ്ടതായി വരും. എന്തിനാണ് ദൈവം അത് ചെയ്തത്? എന്തുകൊണ്ട് ദൈവം അത് ചെയ്തില്ല? ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? നമ്മുടെ പ്രാർത്ഥന മാത്രം എന്താണ് കേൾക്കാത്തത്? ഇങ്ങനെ ദൈവത്തോടും ദൈവവചനത്തോടും മത്സരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ട്. അവർ അലഞ്ഞു നടക്കേണ്ടി വരും. അവർ രക്ഷ പ്രാപിക്കുകയുമില്ല. അവർ അലഞ്ഞും തെണ്ടിയും നടക്കേണ്ടി വരുമെന്ന് സ്പഷ്ടമായി ദൈവവചനം വെളിപ്പെടുത്തുന്നു. ഘട്ടവും വ്യാകുലവും അവനെ അലട്ടുന്നു. ആകയാൽ താഴ്മയോടെ അഹങ്കരിക്കാതെ ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ ഓരോരുത്തർക്കും
അവൻ ഇടയാകട്ടെ. ദൈവം കൃപ നൽകട്ടെ. ദൈവത്തെ അനുസരിക്കാതെ ഉപദേശം കൈക്കൊള്ളാതെ ജീവിച്ചാൽ ജീവിതത്തിൽ സ്വസ്ഥതയും ഉണ്ടാകുകയുമില്ല. ആരോരും സഹായിക്കാതെ ദയയില്ലാതെ ജീവിക്കേണ്ടി വരും. തങ്ങളുടെ പ്രതിസന്ധികളിൽ മറ്റു മനുഷ്യരോ ദൈവമോ സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥ എത്ര പരിതാപകരമാണെന്നൊന്ന് ഓർത്തു നോക്കിയേ. ജീവിതത്തിന്റെ നല്ല കാലത്തും കേൾക്കുന്ന ദൈവാലോചനയ്ക്കും ഉപദേശത്തിനും മറുതലിച്ച് നടന്നിട്ട് പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ ദൈവാലോചനയും ആശ്വാസവചനങ്ങളും കേൾക്കുവാൻ ആഗ്രഹിച്ചാൽ യാതൊരു വിധത്തിലും ദൈവം ഇടപെടുകയില്ല എന്നുള്ളതുകൂടെ നാം ഓർത്തിരിക്കണം. ശൗലിന്റെ ജീവിതം അതിനൊരു നല്ല ഉദാഹരണമാണ്. ദൈവത്തെ വിട്ട് നടക്കുന്നവരുടെ തലമുറ അലഞ്ഞു നടക്കേണ്ടി വരും. അവന്റെ കുടുംബം തകരുകയും അവന് ഉള്ളതും കൂടെ ദുഷ്ടൻ അപകരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഹല്ലേലൂയ. പിന്നത്തേത് വലിയ കഷ്ടതയായിരിക്കും അനുഭവിക്കുന്നത്. മദ്യപിക്കരുത്, പാപം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, ഇങ്ങനെയുള്ള ദൈവവചനങ്ങൾ ദൈവദാസന്മാരിൽ കൂടെ ദൈവവചനത്തിൽ കൂടെ കേൾക്കുമ്പോൾ അതിനെ മറുതലിച്ച് വീണ്ടും വീണ്ടും മദ്യപിച്ചും കൂത്താടിയും നടക്കുന്നവന്റെ കുടുംബം തകരുകയും സ്വസ്ഥത നഷ്ടപ്പെടുകയും അലഞ്ഞു നടക്കേണ്ടി വരികയും ചെയ്യും. പ്രിയ ദൈവവൈതലേ, ഇന്ന് ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ അന്വേഷിക്കണം. യൗവനത്തിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണമെന്ന ദൈവവചനം പറയുന്നത്. അവൻ അനുഗമിക്കുകയും വേണം ദൈവത്തെ. വാർദ്ധക്യ നാളുകളിൽ അവൻ നിന്നെ ചുമക്കുവാനിടയാകും. നീ യൗവനത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ വാർദ്ധക്യ നാളുകളിൽ ദൈവം നിന്നെ ചുമക്കുവാനിടയാകും. ദൈവമക്കൾക്കും ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ട്. എന്നാൽ ആ കഷ്ടങ്ങൾ കണ്ട് മൗനമായിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. പ്രതികൂലങ്ങളിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവവചനം നമ്മെ വെളിപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ആത്മാവും നിത്യതയും ഇല്ലാത്ത കാക്ക കുഞ്ഞുങ്ങളുടെ വിശപ്പും കരച്ചിലും അറിയുന്ന ദൈവം ഒരു ഭക്തന്റെ കഷ്ടതയും വേദനയും നിലവിളിയും അറിയാതിരിക്കുമോ? ആകയാൽ നമ്മുടെ ഉഴച്ചാലുകളെ അറിയുകയും നമ്മുടെ കണ്ണുനീർ തൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ പ്രഭാതം എല്ലാവരെയും സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം അലയുന്ന കർത്താവേ, കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഭവനം, ഹോസ്പിറ്റൽ, വഴിയമ്പലം കർത്താവേ, അങ്ങനെ അലഞ്ഞു നടക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അലയുന്നവരുണ്ട് കർത്താവേ. ഈ നാളുകളിൽ കർത്താവേ, നിന്നെ ആരാധിച്ച ഒരു ദൈവവൈതൽ പോലും അലയുവാൻ ഇടവരാതെ, ഉഴച്ചലിന് ഇടവരാതെ ദൈവകൃപയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദാസിദാസന്മാരെ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാ നിറയ്ക്കും, മകത്വം അങ്ങെടുക്കും. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.